Xiaomi 17. How iPhone are you? ഇതുവരുടെ റീസെന്റ് കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ആണ്. ഐ തിങ്ക് ദിസ് തിങ് ഹാവ് ലോഡ്സ് ടു ടെൽ. സി ഇതൊരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ്. ഇതിനൊരു ഗ്രീൻ കളർ ഓപ്ഷൻ ഉണ്ട്, അതാണ് എന്റെ ഫേവറേറ്റ്. ഒരു പിങ്ക് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ കളർ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് ആണ്. ഇവരുടെ 15ഉം 14ഉം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 17 ആണ് കുറച്ചും കൂടി നല്ല ഡിസൈൻ. പക്ഷെ ഇതിനെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഐഫോൺ ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി ഒരു 16 പ്രോ ലുക്ക് ഇവിടെ കണ്ടില്ലേ, പക്കാ ഒരു കാർബൺ കോപ്പി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഐഫോൺ ഇൻസ്പയർഡ് ഡിസൈൻ ആണെന്ന് എന്തായാലും ഇതിൽ പറയാൻ പറ്റും. ആൻഡ് ഓൾസോ ഇതൊരു അലുമിനിയം ഫ്രെയിം ആണ്, ഗ്ലാസ് ബാക്ക് ആണ്, ഷവോമിയുടെ ഷീൽഡ് ഗ്ലാസ് ആണ് ഇതിന്റെ പിന്നിലുള്ളത്. ഫ്രണ്ടിലും അത് തന്നെയാണ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അവർ തന്നെ ഇൻഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ്, സ്ക്രാച്ച്ലെസ് ആണെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇന്നാലും ഗ്ലാസ് ഈസ് ഗ്ലാസ്. നിങ്ങൾ നല്ല ടെമ്പേർഡ് ഗ്ലാസും നല്ല കേസും എന്തായാലും ഉപയോഗിക്കുക. ആൻഡ് ഓൾസോ ഇതിന്റെ ഈ ഇൻഹാൻഡ് ഫീൽ വളരെ നല്ലതാണ്, ബിക്കോസ് ഇതൊരു 6.3 ഇഞ്ച് കോമ്പാക്ട് ഫോം ഫാക്ടറിലുള്ള സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് നല്ല ബാലൻസ്ഡ് ആണ്. ആൻഡ് ഇതിന്റെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഇതിനൊരു അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഒരു പ്രശ്നമില്ല, പട്ടപ്പടേ എന്ന് പറഞ്ഞ ഉള്ളിലോട്ട് പോകും. ഡിസ്പ്ലേ ക്വാളിറ്റി വേറെ ലെവലാണ്. ഇതിന്റെ ഔട്ട്ഡോർ വിസിബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും ഒരു സീനും ഇല്ല, പക്ക ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ആണ്. 120 Hz ആണ്, 12-bit ഡിസ്പ്ലേ ആണ്, PWM ഡിമ്മിംഗ് ഉണ്ട്, LTPO പാനലാണ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഡിസ്പ്ലേക്ക് ഉണ്ട്. സോ ദ ഡിസ്പ്ലേ പാർട്ട് ഈസ് വെരി ഗുഡ്. പിന്നെ ഇതിൽ ഒരു അടിപൊളി ഫീച്ചറും ഉണ്ട്, ഒരു അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ LTPO പാനൽസ് ഒക്കെ 1 to 120 Hz എഫക്റ്റീവ്ലി നമ്മുടെ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഡാപ്റ്റീവ് ആയിക്കൊണ്ട് നിൽക്കും. ഇത് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് ഇതിന്റെ റിഫ്രഷ് റേറ്റിനെ മാനേജ് ചെയ്യും. അത് ഷവോമിയുടെ മറ്റുള്ള ഫ്ലാഗ്ഷിപ്സിലൊക്കെ ഉണ്ട്. അത് ഒരു നല്ലൊരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്ത് 6600 mAh ബാറ്ററി ആണുള്ളത്. ഇതിന്റെ ചൈനീസ് വെർഷനിൽ 7000 mAh ആണ്. ഇത് ഗ്ലോബൽ വേരിയന്റ് ആയതുകൊണ്ട് 6600 mAh ആണ്. കാർബൺ സിലിക്കൺ ബാറ്ററി ആണ്. ഈ ഒരു ടെക്കിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള OnePlus 13 അത്രയും വലിയ സ്മാർട്ട് ഫോണിൽ 6000 mAh ആയിരുന്നു. ഇതിപ്പം ഈ ഒരു ചെറിയ ഫോം ഫാക്ടറിൽ ഇത്രയും വലിയ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഐഫോൺ ആയാലും S26 അൾട്ര ആയാലും അതിലിപ്പോഴും 5000-4000 mAh ബാറ്ററിയാണ്. സോ ദ ബാറ്ററി ഇറ്റ് സെൽഫ് വെരി കേപ്പബിൾ. പക്ഷെ ഇതിന്റെ ബാക്കപ്പിന് നമുക്ക് ഒരിക്കലും ഈ MAH വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത് പ്യൂർലി ഡിപെൻഡന്റ് ഓൺ ഇതിന്റെ ഈ ചിപ്സെറ്റിലും സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനും പിന്നെ യൂസേജ് പാറ്റേണുകളുമാണ്. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ആണ്, ഒരു 3 നാനോമീറ്റർ പ്രോസറാണ്, വളരെ പവർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. പക്ഷേ ഇതൊരു കോമ്പാക്ട് ഫോം ഫാക്ടറിൽ വരുമ്പോൾ നല്ല രീതിയിൽ ലിമിറ്റേഷൻ അതിനുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് ഗെയിംസ് ഒക്കെ നല്ല ഹൈ ഗ്രാഫിക്സിൽ കളിച്ചു നോക്കി, നല്ല രീതിയിൽ ത്രോട്ടിലിംഗ് ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സ്മാർട്ട് ഫോൺ ഒപ്റ്റ് ചെയ്യരുത്. ഇത് നിങ്ങൾക്കുള്ള സ്മാർട്ട് ഫോൺ അല്ല. ഇപ്പൊ നിങ്ങൾ കുറച്ച് സോഷ്യൽ മീഡിയ, കുറച്ച് ഫോട്ടോസ് എടുക്കും, കുറച്ച് വീഡിയോസ് എടുക്കും, അങ്ങനത്തെ യൂസേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഇത് ഓക്കെ ആയിരിക്കുക. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒരു 8 to 9 ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ബിക്കോസ് ഇതിന്റെ ഈ തെർമൽ ഇഷ്യൂ കുറച്ച് സീനാണ്. തെർമൽ ഇഷ്യൂ കോമ്പാക്ട് സ്മാർട്ട് ഫോൺസിന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്ക് ഒരിക്കലും ഇതിന്റെ ചിപ്സെറ്റിനെ അപ് ടു ദ മാക്സിമത്തിലോട്ട് പുഷ് ചെയ്യാൻ കഴിയില്ല. എന്തായാലും പവർ ഡ്രോപ്പ് ഉണ്ടാകും, കാരണം തെർമൽസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്തായാലും പെർഫോമൻസിൽ ഡിപ്പ് വരും. ആൻഡ് ഓൾസോ ഇതിൽ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും, 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും, പിന്നെ ചാർജർ ബോക്സിലുണ്ട്. അത് വലിയ കാര്യമാണ്. ആൻഡ് ഓൾസോ ഇതിന്റെ ഏറ്റവും നല്ല ഫൺ പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ OS എക്സ്പീരിയൻസ് ആണ്. ഈ ഹൈപ്പർ OS ഇത്രയും നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള OS ആണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഈ OS എക്സ്പീരിയൻസ് അടിപൊളിയാണ്. പക്ഷെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഇതിന്റെ അനിമേഷൻ ആയാലും കസ്റ്റമൈസേഷൻ ആയാലും എല്ലാം ടോപ്പ് നോച്ച് ആണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് iOS വിത്ത് മോർ കസ്റ്റമൈസേഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും, കാരണം ഇത് ഭയങ്കര സിമിലർ ആണ് iOS വെച്ചിട്ട്. ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സാധനമൊന്നും ഇതിൽ കാണാൻ പറ്റില്ല. ഇതിന്റെ സെറ്റിംഗ്സ് ആപ്പ് എടുത്താലും ഇതിന്റെ ഡൈനാമിക് ഐലൻഡ് ഒക്കെ തന്നി കോപ്പിയാണ് iOSന്റെ. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിന്റെ ലുക്ക് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു iOS ഫീലാണ് ഇതിന്റെ ഈ OS മുഴുവനായിട്ട്. ഒരു നോർമൽ യൂസർ അതൊന്നും നോട്ടീസ് ചെയ്യണമെന്നില്ല. ഒരു ഐഡന്റിറ്റി കാര്യങ്ങളൊക്കെ പാരാ നോക്കുന്നത്. ഇപ്പൊ ഇറങ്ങുന്ന ചൈനീസ് സ്മാർട്ട് ഫോൺസ് മുഴുവനും iOS ഇൻസ്പയർഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ സാംസങ്ങിലടക്കം iOS ഇൻസ്പയർഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും One UI വരുന്നുണ്ട്. പിക്സലിലും നത്തിങ്ങിലും മാത്രമേ എന്തെങ്കിലും ഒക്കെ യുണീക്ക് ആയിട്ടുള്ളൂ. പിന്നെ IR ബ്ലാസ്റ്റർ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ സോഫ്റ്റ്വെയറിൽ പാക്ഡ് ആണ്. ഈ iOSനോടുള്ള സിമിലാരിറ്റി നമുക്ക് ശരിക്കും ഇഗ്നോർ ചെയ്യാം, പക്ഷെ ഇതിൽ ഇഗ്നോറബിൾ അല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. ഇതിലുള്ള ബ്ലോട്ട് വെയർസ് കംപ്ലീറ്റ്ലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഈവൻ ഡിസേബിൾ ചെയ്യാൻ വരെ പറ്റില്ല. അതും ഈ ഒരു പ്രീമിയം കാശ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്ന സാധനത്തിൽ അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞത്
വളരെ മോശമാണ്. ഇതിലൊരു ആപ്പ് ഉണ്ട്, ഇതാ ഈ ഇൻഡസ് ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് ഉണ്ട്. ഈ സാധനം നമുക്ക് ഒരിക്കലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ സാംസങ്ങിലും ഉണ്ട്, സാംസങ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലത്തെ ഒരു സാധനമാണ്. ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, അത് പിന്നെ സാംസങ്ങിന്റെ ആണെന്നെങ്കിലും വിചാരിക്കാം. ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്. ഇത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. സോ ദ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇറ്റ് സെൽഫ് വെരി ഗുഡ്. പക്ഷെ ഇങ്ങനത്തെ ബ്ലോട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളുന്നില്ല. പിന്നെ ഇതിന്റെ ഈ ക്യാമറ ഒരു രക്ഷയില്ല. ഇവർ ഈ ലൈക്ക കൊളാബ് ഉണ്ടല്ലോ, ഒന്നൊന്നര കൊളാബായി പോയി. ഇതൊരു 50 മെഗാ പിക്സൽ ക്യാമറ സിസ്റ്റം ആണ്. ഫ്രണ്ടിലും 50 മെഗാ പിക്സൽ ആണ്, ഓട്ടോ ഫോക്കസ് ഉണ്ട്. പിന്നിൽ അൾട്രാ വൈഡിൽ മാത്രമാണ് ഓട്ടോ ഫോക്കസ് ഇല്ലാത്തത്. ഒരു ടെലഫോട്ടോ ലെൻസ് വരുന്നുണ്ട്, ഒരു മെയിൻ സെൻസർ വരുന്നുണ്ട്. അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ്. ഇതിന്റെ കാര്യങ്ങൾ ഇതിന്റെ ഔട്ട്പുട്ടിലൂടെ തന്നെ സംസാരിക്കാം. ഇതാണ് ഫ്രണ്ട് ക്യാമറ ഔട്ട്പുട്ട്. നമുക്ക് 4K 60 FPS വരെ പോകാൻ പറ്റും. ഒരു പ്രോസസ്സിങ് ഫീൽ ഇല്ലേ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, നാച്ചുറൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു 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 കളർ കൂട്ടിയുള്ള പരിപാടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറ. ഇതാണ് റിയർ ക്യാമറ ഫുട്ടേജ്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 4K 30 FPS-ലാണ്. നമുക്ക് 8K 30 FPS വരെ പോകാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലുള്ള പോലെ ഒരു ഓവർ പ്രോസസ്സിങ്നെസ്, അതായത് ഒരു മൈൽഡ് ഓവർ പ്രോസസ്സിങ്നെസ് ഒന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. കളേഴ്സൊക്കെ നല്ല രീതിയിൽ ബാലൻസ്ഡ് ആണ്. ഇവരുടെ കളർ സയൻസിൽ നല്ല രീതിയിൽ പണിഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു റെഡി ടു പോസ്റ്റ് അല്ലെങ്കിൽ റെഡി ടു സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് നമുക്കിതിൽ നിന്ന് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും അടിപൊളിയാണ്. എനിക്കിതിൽ ഫ്രണ്ട് ക്യാമിൽ നിന്ന് വരുന്ന വീഡിയോ ഫുട്ടേജിലാണ് കുറച്ചൊരു പ്രോസസ്ഡ് ഫീൽ തോന്നിയത്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് iPhone 17 ബേസുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ക്യാമറ ഔട്ട്പുട്ട് വെച്ചിട്ട് സ്കിൻ ടോൺ ആയാലും എല്ലാം നല്ലതാണ്. പിന്നെ ഇതിലെ പോർട്രേറ്റിലെ ലൈക്ക ഒതന്റിക് വെച്ചിട്ടെടുക്കുന്ന പോർട്രേറ്റ്സ് ഒരു രക്ഷയില്ല. സോ ദ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് വേറെ ലെവലാണ്. ആൻഡ് ഓൾസോ ഇതിന്റെ ഹാപ്റ്റിക്സ് ആയാലും സ്പീക്കേഴ്സ് ആയാലും നല്ല തന്നെയാണ്. സ്പീക്കേഴ്സ് ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്പീക്കേഴ്സ് ആണ്. ഇതിന്റെ പ്രോസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. സൂപ്പറാണ്. ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമായിട്ട് പറയാനുള്ളൂ. ബാക്ക് ക്യാമറ കിടിലം തന്നെയാണ്. പിന്നെ ഈ ഡിസ്പ്ലേ നല്ല സൂപ്പർ ക്രിസ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതിലും ഒന്നും പറയാനില്ല. ഇതിന്റെ പ്രശ്നങ്ങൾ ഇതിന്റെ ഈ തെർമൽ മാനേജ്മെന്റിലുള്ള ഇഷ്യൂ, പിന്നെ ഈ ബ്ലോട്ട് വയേഴ്സിനെ കളയാൻ പറ്റാത്ത ഇഷ്യൂ. ബാറ്ററി ബാക്കപ്പ് ഞാൻ പറഞ്ഞ പോലെ ഗെയിമേഴ്സ് ആണെങ്കിലും ഇത് വാങ്ങിയിട്ട് കാര്യമില്ല. ഒരു നോർമൽ യൂസർ ആണ്, കുറച്ച് ഫോട്ടോസ് എടുക്കും, സോഷ്യൽ മീഡിയ ഉപയോഗിക്കും, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് നൈസാണ്. ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബാറ്ററി ബാക്കപ്പ് ഓക്കെ ആയിരിക്കും. ആൻഡ് ഓൾസോ 5 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 6 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് ഇതിൽ കൊടുക്കുന്നത്. ഇത് ഡീസന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവര് കുറച്ച് കാലങ്ങളായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമായിരുന്നു. ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഇതിന്റെ പ്രൈസിംഗ് ആയാലും ഇപ്പൊ അവൈലബിൾ ആയത് 90K ആണ്. ഇതിന്റെ 16GB 512GB വേരിയന്റ്. എന്റെ അഭിപ്രായത്തിൽ ആ ഒരു പ്രൈസിന് ഇത് ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷെ ചില ഓഫ്ലൈൻ സ്റ്റോർസ് നല്ല ഓഫറിൽ ഇത് കൊടുക്കുന്നത്, അതായത് 80,000 താഴെ വരെ റേറ്റിന് ഇത് സെല് ചെയ്യുന്നുണ്ട്. 12GB 512GB വേരിയന്റ് ഒക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് 18K താഴെ ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. സോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ക്രിട്ടിസൈസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ അതും കാണാം. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും കാണും.